ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുള്ള കേട്ടോ. ഞങ്ങൾ മൂന്നാറിന്ന് ഇവിടെ അടുത്താണ് ഞങ്ങൾ സ്റ്റേ അടിച്ചത്. അപ്പോൾ ഇന്ന് മൂന്നാറിന്ന് ഞങ്ങൾ മറയൂർ പോവാം കേട്ടോ. കുറച്ച് ലേറ്റാണ്, ഒരു 5:30 എണീച്ച് പോകണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മറയൂരത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മറയൂരിക്കുള്ള റോഡിലാണ് കേട്ടോ നമ്മൾ. ഇവിടെ പോകുന്തോറും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് കുറേ ഉണ്ട്. അതേപോലെ ഭയങ്കര ഭംഗിയുള്ളൊരു റോഡാണ് ഒരു എസ്റ്റേറ്റിൻ്റെ ഒക്കെ നടുക്കിലേക്ക് കൂടി പോണ പോലത്തെ ഒരു മൂഡ്. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ മൃഗങ്ങളൊക്കെ കാണാമെന്നുള്ളൊരു സെറ്റപ്പ് കാരണമാണ് ഞങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. പക്ഷേ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് പോയി നോക്കുക. നമ്മൾ പോകുന്ന വഴിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയുണ്ട്. ഇവിടെ ഒരു 4 കാട്ടുപോത്ത് ഉണ്ട്. ആദ്യം കണ്ടപ്പോൾ 2 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 4 അപ്പോൾ എണ്ണം കൂടുമെന്ന് പറയാൻ പാടില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറയൂരിക്ക് ഒരു 9 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും രാവിലെ വന്നതിൻ്റെ രഹസ്യം തന്നെ ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വന്യജീവികളെ കാണാമെന്നുള്ളൊരു സെറ്റപ്പ്. സംഭവം സെറ്റഡ് ആക്കളാ. അതേ നടന്നു പോണേ മല്ലന്മാരാണ് കേട്ടോ. ഇത് കുഞ്ഞൊരെണ്ണമുണ്ട്, ചെറുതൊരെണ്ണമുണ്ട്. ഇപ്പോൾ ടോട്ടൽ 5 ആയിട്ടാ. 2 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ക്യാമറയിൽ ഇത് എത്രത്തോളം വ്യക്തമാവുണ്ടെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂര് മെയിൻ റൂട്ടിലല്ല. അവിടുന്ന് ഒരു ലെഫ്റ്റ് ഇറങ്ങിയിട്ട് റൈറ്റ് ഇറങ്ങിയിട്ട് കാന്തല്ലൂർ പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചന്ദനക്കാടുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ബ്ലാക്ക് ആയിട്ട് കാണുന്ന ചെറിയ ചെറിയ മരങ്ങളാണ് ചന്ദനത്തിൻ്റെ കേട്ടോ. ചന്ദനത്തിൻ്റെ മരത്തിനൊക്കെ ഇങ്ങനെ ഓരോ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ചന്ദനക്കാട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ഇങ്ങനെ സൈഡിലേക്ക് കൂടി പോകുമ്പോൾ നല്ല അടിപൊളി ഒരു കരിമ്പിൻ തോട്ടം കാണുന്നുണ്ട് കേട്ടോ. മറയൂർ ശർക്കര കുറച്ച് ഫേമസ് ആണ്. സംഭവം അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. ഒരു ഓഫ് റോഡ് മൂടാണ് ഇവിടെ. റോഡൊന്നുമില്ല, റോഡൊക്കെ പോയി കിടക്കണാണ്. ഇവിടെ നല്ലൊരു അരുവി കണ്ടപ്പോൾ ഒന്ന് പല്ല് കഴിച്ചൊന്ന് ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നല്ലൊരു പ്രത്യേക രസമുണ്ട് കാണാൻ വേണ്ടി. കാരണം നമുക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴോ അങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോകുമ്പോഴൊക്കെ ആണുള്ളത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അത് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കാന്തല്ലൂർ പഞ്ചായത്തിൽ വിടുന്ന ഒരു കോവിൽക്കടവ് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു സെറ്റ് വ്യൂ ഉണ്ട്, അടിപൊളിയൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വയ്യേ വെള്ളം തന്നെയാണ്, വെള്ളം കൊണ്ട് ആറാട്ട് തന്നെയാണ് ഇവിടെ പരിപാടി. ഒന്ന് അങ്ങോട്ട് നൈസായിട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഇപ്പോൾ റോഡുമെന്ന് നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾക്കാർ വാഷിങ്ങും കുളിയും നനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാലത്തിൻ്റെ അവിടെ അപകട സാധ്യത കൂടിയ മേഖലയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യണമെന്ന്. ഒരു അമ്പലം നിൽക്കണേണ്ട രസമുണ്ടല്ലോ കാണാൻ വേണ്ടി. ഇവിടെ കുറേ ആൾക്കാർ ഇതേപോലെ ഡ്രസ്സ് ഉണക്കായിട്ടുണ്ട്. അവിടെ ഒരു മച്ചാൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോവാം. ഒരു രക്ഷയില്ല കേട്ടോ, സെറ്റ്. നല്ല പവർഫുള്ളായിട്ട് വെള്ളം പോണ സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കും അവിടെ എഴുതി വെച്ചേക്കണത് ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന്. പാറകളുടെ ഇടയിലുള്ള ഈ ഹോളുകൾ, അതായത് റൗണ്ട് കാണുമ്പോൾ ശരിക്കും ഒരു മനുഷ്യന്മാരുണ്ടാക്കിയ പോലെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയത് തന്നെയാണോ എന്ന് അറിയാൻ പാടില്ല. അത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ പാറയുടെ ഹോളിൻ്റെ അകത്ത് കുറേ
നമ്മുടെ വെള്ളാരം കല്ലുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ശരിക്കും ഒരു അക്വേറിയം മൂടാണ് ഇതിനകത്ത്. ഒരു ഫിഷ് ടാങ്കിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യൂലേ, അതിൻ്റെ ഒരു നാച്ചുറൽ മൂഡ്. ഇപ്പം ആ ഒരു തടയേണ്ട മേളിലാണ് നമ്മളില്ലേ. മച്ചാന്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു തന്നെയുണ്ട്. ഇവിടെ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവറിയാൻ വേണ്ടിയുള്ള ഒരു മീറ്റർ പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇത് വാഷിങ് കഴിഞ്ഞിട്ട് പോണേണ്. വാവ്, ഇവിടെ വെള്ളച്ചാട്ടത്തിനേക്കാളും രസം ഈ വെള്ളം ഒഴുകി പോണ കാണാനാണ്. ഒരു പ്രത്യേക രസത്തിൽ ഒഴുകി പോണത്. അപ്പോൾ ഇതാണ് നമ്മളെ താഴത്തുനിന്ന് കണ്ട അളവൊക്കെ വെച്ചിട്ടുള്ള സ്ഥലം കേട്ടോ. പമ്പ് ഹൗസ്. പമ്പ് ഹൗസ് എന്ന് പറയാൻ വേണ്ടി ഇവിടെ പമ്പൊന്നും കാണാനല്ല. പിന്നെ ഡോറൊക്കെ ആരോ തല്ലിപ്പൊളിച്ചിട്ടേക്കാണ്. ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി വെക്കാം. സാമൂഹ്യ വിരുദ്ധര് തന്നെയാണ് കേട്ടോ ആ സെറ്റ്. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയാൻ നേരത്തെ ഈ ഒരു വൈബാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങണേ കേട്ടോ. അനധികൃതമാണ് ഇതൊക്കെ, കാരണം ലോക്ക് ചെയ്ത് വെച്ചേക്കണ സ്ഥലമാണല്ലോ. നാട്ടുകാർ പഞ്ഞിക്കറിനതിൻ്റെ മുമ്പ് വേഗം വണ്ടി കയറട്ടെ പോയി. ഇവരുടെ നോർമൽ വഴിയിലേ കൂടെയാണ് ഇങ്ങോട്ട് കയറണേ. ഇവിടെ കുറേ മച്ചാന്മാർ ഇവിടെ നമ്മുടെ ചുമരൊക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. കളത്തിൽ ബ്രോസ് നൈസാണ് കേട്ടോ. ശരിക്കും പറയാനാണെങ്കിൽ എല്ലാ ചുമരുകളും ഇങ്ങനെ കളർഫുള്ളാക്കി ഇടണം. മറ്റേ കുറേ മഞ്ഞ കളർ പെയിൻറ്റും കുറേ പച്ച കളർ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഒരു ചുരം കയറിയിട്ട് ജസ്റ്റ് മേളിലോട്ട് വന്നേക്ക് വേണ്ട. പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാന്തല്ലൂർ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പോകും തോറും നമുക്ക് ഈ ചന്ദന മരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നമ്പർ ഇട്ടേക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മുത്തുമണി. ചെറിയ ചെറിയ ഇലകളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതൊന്നും അല്ലെന്നുണ്ട് ഈ കാണുന്ന സാധനം. അതേപോലെ ഒറ്റപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തിൻ്റെ കാട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മറയൂർ ചന്ദനക്കാട് എന്ന് ഭയങ്കര ഫേമസ് അല്ലേ ആകുമ്പോൾ. ആ കാട് താഴത്തായിരുന്നു. നമ്മളപ്പോൾ വണ്ടിയിൽ ജസ്റ്റ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുമായിരുന്നു. വനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാന്ന് അവിടെ നൈസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ അധികമൊന്നും അകത്തോട്ട് പോകണില്ല നമ്മൾ. ഇപ്പോൾ ഈ ആ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ എന്ത് ചന്ദനത്തിൻ്റെ മരം. അതേപോലത്തെ ഇലകളാണ് അവിടെ കാണുന്നത്. അപ്പോൾ മിക്കവാറും അതൊക്കെ ചന്ദനത്തിൻ്റെ മരമാവാൻ നല്ല ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് സാധാ നോർമൽ നെൽകൃഷിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പാടത്താണല്ലോ നെല്ലുണ്ടാക്കുക. അവരിങ്ങനെ തട്ട് തട്ടായിട്ട് ഉണ്ടാക്കി വെക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടി. നമ്മൾ ആ താഴത്തുനിന്ന് കണ്ട നെൽകൃഷിയാണ് ഈ കാണുന്നത്. ഇവിടെ ടോപ്പ് വ്യൂ എന്ന് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് എടുത്ത് കാണിക്കാൻ വേണ്ടി. എടുത്ത് കാണിക്കുന്നുണ്ട് സംഭവം. ഒരു മഞ്ഞ കളറായിട്ട് സെറ്റ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തോട്ട് കയറുന്നുണ്ട്. അതിൻ്റെ മിഷനറീസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. മറയൂർ ശർക്കര. ഇതൊക്കെ നമ്മുടെ കരിമ്പിൻ്റെ ശർക്കര ആക്കിയതിൻ്റെ ബാക്കി വന്ന ചണ്ടിയാണ് കേട്ടോ സംഭവം. ഈ ഒരു മിഷനിലാണ് സംഭവം ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നമുക്കിന്ന് കാണാൻ സാധിക്കില്ല. കാരണം ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇന്നില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവരിപ്പോൾ നല്ല വർക്കിലാണ്.
നമുക്ക് ഉണ്ടാക്കിയ ശർക്കര ഒന്ന് കാണാൻ പറ്റുമോ എവിടെ ഇരിക്കുന്നത്? അപ്പൊ കരിമ്പിന്റെ നീര് ആ മെഷീനിൽ നിന്ന് പിഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുവാണ്ട് ചെയ്യാം. ഇവിടുന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ ചൂടാക്കിയിട്ട് അത് ശർക്കര ആക്കി എടുക്കുമല്ലേ. ഈ ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചേട്ടാ. ഒരു ഹായ് പറയോ? ആ യൂട്യൂബ് ചാനലാണ്. ശർക്കര ഇവിടെ ഉണ്ടോ? അപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ ജസ്റ്റ്? ഇന്ന് ഉണ്ടാക്കുന്നില്ലല്ലേ മലേസ? അതുപോലെ വലിയൊരു ചെമ്പുകാരിൽ അതൊരു സാധനമാണ്. ഇതിനകത്തിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി അത് ലാസ്റ്റ് ഒരു ശർക്കര ആക്കി എടുക്കും. ഇതിവിടെ ഉണ്ടാക്കിയ ശർക്കരയാണല്ലേ? അടിപൊളി. ഒന്ന് പിടിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. ചെറിയൊരു പീസ് തന്നെ ടേസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് മച്ചാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പീസ് ശർക്കര എന്ന് കണ്ടിട്ടാ. നല്ല ഒറിജിനൽ ശർക്കര. നമ്മളിവിടെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പോലത്തെ സാധനം ഒന്നുമല്ല കേട്ടോ. ശർക്കരയുടെ ടേസ്റ്റ് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് അറിയുന്നുണ്ട്. അടിപൊളി. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യണേ ശർക്കര. വലിയൊരു ഹാർഡൊന്നുമില്ല, സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൂഡ്. ഇവിടെ എല്ലാവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരവരുടെ വർക്കിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മളെപ്പോലെ ആരെങ്കിലും വരുമ്പോൾ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഇപ്പം നമുക്ക് തന്നെ നോർമലി ഇപ്പോൾ നമ്മുടെ സ്ഥലത്തോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു മൈൻഡ് വെച്ചിട്ട് നമ്മൾ പറയും ഇപ്പം ഒന്നും നടക്കൂല, ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇവിടെയൊക്കെ ആൾക്കാർ ഭയങ്കര കൂളാണ്, കൂൾ മെൻറ്റാലിറ്റിയിലെ ആൾക്കാരാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 70 രൂപയ്ക്ക് 1 കിലോ ശർക്കര കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 100ൻ്റെ മേളിലാണ് അതിൻ്റെ റേറ്റ്. അത് മാത്രമല്ല ഫ്രഷ് അടിപൊളി ശർക്കര. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു ശർക്കര എന്ന് പറയുമ്പോൾ ചെറിയൊരു കട്ടിയൊക്കെ ആണല്ലോ നമ്മുടെ നാട്ടിൽ. ആ ഒരു മൂടൊന്നും അല്ലട്ടോ, നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ചോദിച്ചു നോക്കിയാലോ എന്നാലോചിക്കണം. അപ്പോൾ ഇവിടെ ഒന്നും വേസ്റ്റ് ആവുന്നില്ല കേട്ടോ. കാരണം അപ്പോൾ ചോദിച്ചാൽ അപ്പോൾ ഈ സംഭവം ഇതിപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ സീൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് നമ്മൾ കരിമ്പിൻ്റെ നീരെടുത്ത് ആ നീര് കൊണ്ടുപോയിട്ട് അവിടെ ചൂടാക്കിയിട്ട് ശർക്കര ആക്കുന്ന ടൈമുണ്ടല്ലോ, ആ ടൈമിൽ ഈ സംഭവമാണ് ഇത്ര നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒട്ടും വേസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നെൽകൃഷിയുടെ തന്നെ വേറൊരു വൈബ് വ്യൂ ആണ് കേട്ടോ. ഇവിടെ ക്യാമറയിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയാൻ പാടില്ല, സംഭവം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി വേറൊരു വൈബാണ് തന്നെ. അപ്പോൾ താഴത്തൊരു നൈസ് വീടേ കാണാണ്ട്. മച്ചാ ഇവിടെ കുറേ ടീം ഫോട്ടോ എടുക്കാനും അതിനും വേണ്ടിയൊക്കെ വരുന്നുണ്ട്. മച്ചാൻ ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇവിടെ ഒരു നല്ല സ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി കേട്ടോ. ഞങ്ങൾക്ക് നൈസായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഇവിടെ തെറിക്കണത്. രാവിലെ എണീച്ച് വന്നത് ഞങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഒരു ഓറഞ്ചിൻ്റെ ചെടിയൊക്കെയാണ് കാണുന്നത്, മരമൊക്കെ ഉണ്ട് കാണുന്നത്. ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഭയങ്കര ലെങ്തി ആണെന്നും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് കാണുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ തന്നെയുണ്ട്. കുറേ പേര് വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലെ കൂടി നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഓക്കെ, ലവ് യു ഓൾ, ടേക്ക് കെയർ.